ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്തൊക്കെ എനർജിയാണ് കാർഡിൽ കണക്റ്റ് ആവുന്നത്, ആരുടെ എനർജിയാണ്, അങ്ങനെ ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ജനറലായിട്ട് എന്താണ് നമുക്ക് കാർഡുകളിലൂടെ കാണിക്കുന്നത് അതിനനുസരിച്ച് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 2 of Wands, 10 of Swords, 10 of Pentacles, 2 of Cups, Knight of Swords. ഇതിൽ കിട്ടിയിരിക്കുന്നത് 2 of Wands ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കാനാവാതെ വളരെ കൺഫ്യൂഷനിലൂടെ കടന്നു പോവുകയാണ്. എന്ത് തീരുമാനം എടുക്കണം, ചില ബന്ധങ്ങൾ, അതൊരു റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ടിട്ട് തോന്നുന്നു. അപ്പോൾ അതിൽ ബന്ധങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലാണ്, അത് മുന്നോട്ട് പോകുന്നില്ല എന്താണെന്നുള്ള. പക്ഷേ ഒരുപാട് വേദനകളോ വിഷമങ്ങളോ അതിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ അത് തുടർന്ന് കൊണ്ടുപോകണോ ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇതിൽ ആ വേദനകളും വിഷമങ്ങളും എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു കാർഡാണ്. അവസാനിപ്പിച്ചു, ഇനി അങ്ങനെ ഒരു വേദന ഉണ്ടാവില്ല എന്നുള്ളതിൽ, വേദനിച്ച് മതിയായി എന്നുള്ളൊരവസ്ഥയിൽ ഇനി ആ വേദന വേണ്ട എന്നുള്ളതിലെല്ലാം അവസാനിപ്പിച്ചു എന്നുള്ളൊരു കാർഡാണ്. പുതിയൊരു തുടക്കം, അങ്ങനൊരു ഇത് കാണിക്കാം. ഇത് എല്ലാം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു തുടക്കമായിരിക്കാം. ഇത് ഫാമിലിയായിട്ടും എല്ലാവരുമായിട്ടും ഒരു സമൃദ്ധിയുടെ ഒരു നല്ല ഒരു സമയത്തിൻ്റെ, നല്ലൊരു നിമിഷത്തിൻ്റെ എല്ലാ വിഷമങ്ങളും അവസാനിപ്പിച്ച് നല്ലൊരു ഇതിൽ കുടുംബമായിട്ട് പൂർണ്ണമായിട്ട് ആ ഒരു ലെവലിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ അവിടെ ഒരു സ്നേഹം ഉണ്ട്, ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ഉണ്ടായിരുന്ന ബന്ധം കുറച്ചുകൂടി നന്നായി പുതുക്കി എല്ലാം പറഞ്ഞു തീർത്ത് നിങ്ങൾ ഒന്നിച്ച് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അത് അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം, പുതിയൊരു ലൈഫ് അങ്ങനെ തുടങ്ങുന്നതായിരിക്കാം. അങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ വളരെയധികം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഇതായി കിട്ടിയിരിക്കുന്നത്. ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് നോക്കാം കാർഡുകൾ കുറച്ചുകൂടി. The High Priestess, the World, Two of Pentacles, Knight of Cups, Judgment. ഇത്രയും കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ തന്നെ എന്തോ രഹസ്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ കൊണ്ടായിരിക്കാം ആൾ കൺഫ്യൂഷനായിരുന്നത്. അങ്ങനെ ഒരു പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത് കൊണ്ട് ആയിരിക്കാം അങ്ങനൊരു ഇത് വന്നത്, ആ ഒരു കാണിക്കുന്നത്, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിൽ ദ വേൾഡ് എന്നുള്ള കാർഡാണ്. അപ്പോൾ നിങ്ങളൊരു പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു വിഷമങ്ങൾ, അതൊക്കെ പറഞ്ഞു തീർത്ത് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിനു വേണ്ടി എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയത്. അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലാണെങ്കിലും നിങ്ങൾ എല്ലാം കൊണ്ടും പൂർണ്ണതയുണ്ടായിരുന്നു പറഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ബാലൻസിങ്ങിൻ്റെ ഒരു അവസ്ഥ വന്നിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ വന്നിരുന്നു. അവിടെയാണ് നിങ്ങൾക്കൊരു പൂർണ്ണത വന്നിരിക്കുന്നത്. എവിടെയായാലും നിങ്ങളാ സ്നേഹം, ബന്ധങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്നു. അത് വെറും ഇത് മാത്രമല്ല, നിങ്ങളത് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം തന്നെയാണെന്ന് കാണിക്കുന്നത്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡും കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്കതോടൊരു നീതി നടപ്പാകുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് എന്താണ് എല്ലാം കൊണ്ടും എല്ലാവരുടെയും ഒരു അനുഗ്രഹവും കാര്യങ്ങളും എല്ലാം ഉള്ള
ഒരു ഇതായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ നല്ല ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഓറക്കൽ മെസ്സേജ് കൂടി നോക്കി നോക്കാം. ഇന്നത്തെ മെസ്സേജ് എന്താണ്? മാനിഫെസ്റ്റ് എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് ഡു യു വാണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സിനോട് പറയുക. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എന്ത് കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് അതിനെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നന്ദി പറയുക. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ തുടർച്ചയായി നിങ്ങൾ പറയുന്നതിലൂടെ മനസ്സിൽ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അതാണ് മാനിഫെസ്റ്റിൻ്റെ ശക്തി. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് ഒരു പോസിറ്റീവായി ചിന്തിച്ച് എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് എത്തിച്ചേരും. നിങ്ങളുടെ ജീവിതം സക്സസ്ഫുള്ളാവും. അങ്ങനെ ഒരു റീഡിങ്ങാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എൻ്റെ എല്ലാ ദിവസത്തെയും വീഡിയോസ് നിങ്ങൾക്ക് വരികയുള്ളൂ. ഇത് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.